സിറിയയിൽ യുദ്ധം കടുക്കുന്നു. വിമതസേന സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോയുടെ നിയന്ത്രണം കഴിഞ്ഞ ആഴ്ച ഏറ്റെടുത്തിരുന്നു. റഷ്യയും ഇറാന്റെ മിലീഷ്യയും സിറിയൻ സൈന്യവും ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയതായാണ് റിപ്പോർട്ടുകൾ. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിലും ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനുമിടയിലാണ് വിമതസേന സിറിയൻ സൈന്യത്തിന് നേരെ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടത്. റഷ്യയും സിറിയയും ആരോപിക്കുന്നത് ഇസ്രയേലും അമേരിക്കയുമാണ് വിമതരുടെ ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. വിമതസേന റഷ്യൻ ട്രൂപ്പുകൾ നിലകൊള്ളുന്ന പ്രദേശത്തിന്റെ 20 മൈലുകൾ വരെ അടുത്തെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി സിറിയയിലെത്തിയിരുന്നു. സിറിയൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ ട്രൂപ്സിനെ അയക്കാൻ ഇറാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ബഷർ അൽ അസദ് ഭരണകൂടത്തെ വർഷങ്ങളായി സംരക്ഷിച്ചു നിർത്തിയിരുന്നത് ഇറാനും റഷ്യയുമാണ്. ഇറാന്റെ പുതിയ നീക്കങ്ങൾ ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. സിറിയയിലെത്തുന്ന ഇറാൻ സൈന്യം പെട്ടെന്ന് തന്നെ ലബനനിലെത്താം. ഇത് ഇസ്രയേലിന് കടുത്ത വെല്ലുവിളിയായേക്കാം. ഇന്ന് സിറിയൻ ഗവൺമെന്റ് ഇദ്ലിബ് മേഖലയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. റഷ്യൻ സഹായത്തോടു കൂടിയാണ് സിറിയ വ്യോമാക്രമണം നടത്തുന്നത്. വളരെ തന്ത്രപ്രധാനമായ ഹമ പിടിക്കാനുള്ള ശ്രമമാണ് വിമതസേന നടത്തുന്നത്. ഹുവൈസ് എയർപോർട്ട് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വിമതസേന പറഞ്ഞു. സിറിയൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 24ഓളം പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനിയൻ ട്രൂപ്സ് മിലീഷ്യകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. തങ്ങളുടെ സൈന്യത്തിന് നേരെ ഭീഷണി ഉയർത്തിയവർക്കെതിരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് US പറഞ്ഞു. ഈസ്റ്റേൺ സിറിയയിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിനാണ് ആക്രമണം നടത്തിയത് എന്ന് അമേരിക്ക പറഞ്ഞു. 900ഓളം ട്രൂപ്സുകളാണ് സിറിയയിലുള്ളത്. ഇറാനിയൻ മിലീഷ്യകളോ സിറിയൻ സൈന്യമോ ആണ് തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നത് എന്ന് അമേരിക്ക പറഞ്ഞു. ഇപ്പോൾ സിറിയൻ സൈന്യവും വിമതരും ഏറ്റുമുട്ടൽ നടത്തുന്നത് ഹമയിലാണ്. ഇവിടെ നിന്നും സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് വെറും 100 മൈലുകൾ മാത്രമാണ് ഉള്ളത്. ഹമ വീണാൽ ബഷർ അൽ അസദിന്റെ നില പരുങ്ങലിലായേക്കാം.